സമൂഹ മാധ്യമത്തിൽ വിദ്വേഷ കമൻ്റിട്ടയാളെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എങ്ങനെയുണ്ട്? കാരണം കുറേ ദിവസങ്ങളായിട്ട് കുറേ കൃമികടി ആളുകളുണ്ട്. സത്യത്തിൽ ആളുകൾ സത്യം പറഞ്ഞാൽ ആളുകൾക്ക് അത്രയും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും എത്ര ഭയാനകമായ അവസ്ഥയാണ് അറിയോ വയനാട്ടിലുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തിട്ട് ആ ജനതനെ ഒന്ന് കരകയർത്താൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത്. ചില മനുഷ്യരങ്ങനെയാണ്. ഉയർന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നാൽ വാനോളം ഉയരും, താഴ്ന്നറിഞ്ഞാൽ 5 പൈസൻ്റെ വില ഉണ്ടാവില്ല, പച്ച മലയാളത്തിൽ 5 കായിൻ്റെ വില ഉണ്ടാവില്ല. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. ചേനായി കുഞ്ഞമ്പത്ത് മീത്തൽ ചന്ദ്രന് 55. ചേനായി കുഞ്ഞമ്പത്ത് മീത്തൽ ചന്ദ്രന് ആണ് 55 പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നല്ല വെട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും ഇത്തരം അക്രമത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ആളുകളെ ജനരോഷം, ആളുകൾ അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാനും ഇത്രയും വിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം മനസ്സാക്ഷി ഇവരൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിടിയിലാണെങ്കിലും എന്തൊന്നിൻ്റെതാണെങ്കിലാണെങ്കിലും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ കഴിയുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഭീകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു രാത്രി കിടന്നുറങ്ങിയ മനുഷ്യന്മാർ രാവിലെ ഇല്ല. അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. കുഞ്ഞുങ്ങൾ അനാഥരായി, പലരും അനാഥമാണ്. എന്തോ ഏതോ എന്നില്ലാതെ ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാരോടൊക്കെ ഇതിനു വേണ്ടിയിട്ടൊക്കെ വിദ്വേഷ പ്രചരണമായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടാൽ എന്താണ് ഇവരൊക്കെ പറയുക? ബാക്കി കൂടെ ഞാൻ വായിക്കാം. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. മുഖം മറച്ചെത്തിയ 2 പേർ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് വാളും ഇരുമ്പു വടിയുമായാണ് ആക്രമിച്ചത്. അപ്പം കാര്യമായിട്ട് തന്നെ പെരുമാറിയിട്ടുണ്ട്. അതായത് ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇവർ ഈ കമൻ്റ് ഇടുന്നതൊക്കെ കഴിയുകൊണ്ടാണല്ലോ. ഞാൻ ഇവിടെ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. മുമ്പൊക്കെ സൈബർ സെല്ലിലേക്കും അവിടേക്കും ഇവിടേക്കും വിളിച്ചറിഞ്ഞതായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ വീടും അല്ലെങ്കിൽ നമ്മളെ പരിസരവും നമ്മളെ ഒരു സമൂഹത്തിനൊക്കെ ഇത്രയും വലിയൊരിത് ബാധിച്ചെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കമൻ്റ് ഇടാനുള്ള ഒരു ഇതുണ്ടാവോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തന്നെ ആയാലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു മനുഷ്യർ എന്നപ്പോൾ ഓക്കെ, ഒരു സമൂഹത്തിന് ഇത്രയും വലിയൊരു ഭീകരമായ അവസ്ഥയിൽ ഒരു ട്രോമ സംഭവിച്ചേക്കണോ, ഒരു വലിയ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ആ ഉരുൾപൊട്ടലിൽ വളരെ വലിയ നഷ്ടമാണ്. ഏകദേശം 400ഓളം കുടുംബങ്ങളത് ബാധിച്ച്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇങ്ങനെ ചെയ്യുമോ? നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് സ്വന്തം മനസ്സുകൊണ്ട്, അവരെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ കൂടെ നിൽക്കല്ലേ ചെയ്യുക. അതായത് നല്ല വെട്ടാണ് ചെയ്തിട്ടുള്ളത്, വെട്ടിയിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം പരിപാടികൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെ. കാരണം പോലീസ് അതേപോലെ സൈബർ സെല്ലും കൈകാര്യം ചെയ്യുന്ന പോലെ സാധാരണ ആളുകൾക്ക് കലി കയറി കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു വയനാട്ടിലൊക്കെ ആ പല കുടുംബങ്ങളുടെയും കുടുംബക്കാർ അവരൊക്കെ വളരെ വിഷമത്തിലാണ്. അവിടുന്ന് ഇവിടേക്കുള്ള താമസിക്കുന്ന നമ്മളെ ഈ സംഭവം പേരാമ്പ്രയാണ് സംഭവം. ഈ ഒരു അയാളെ വീട്ടിൽ കയറി വെട്ടിയിട്ടുള്ളത്. ബാക്കി കൂടെ ഞാൻ വായിക്കാം. ഇതിനൊന്നും നമ്മൾ ന്യായീകരിക്കല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ബാക്കി കൂടെ 2 കൈകളാണ് പരിക്കേറ്റത്. തെങ്ങുകയറ്റ തൊഴിലാളിയാണ് ചന്ദ്രൻ. പ്രാണരക്ഷാർത്ഥം കത്തി വീശിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പം സംഭവം എന്താ? ഏതായാലും 2 കൈകളും വെട്ടി പരിക്കേൽപ്പിച്ചു. 2 കൈകളും വെട്ടി പരിക്കേൽപ്പിച്ചു. ഇനി അവന് അത്തരം ജോലി ചെയ്യരുത്.
കാരണം തെങ്ങുകയറ്റ ജോലിയാണ് കാരനാണ്, നമ്മളിതിനൊന്നും പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ഇത്തരം കാര്യം, പക്ഷേ ഞാനിപ്പോൾ ഇത് ആലോചിക്കുന്നത് അറിയോ, ചില സമയങ്ങളിലൊക്കെ ഇത്തരം ഒരു വലിയ ഒരു അപകടം, ഇത്രയും വലിയ ഇത് അഭിമുഖീകരിക്കുമ്പോൾ, ഇത്രയും വലിയൊരു ട്രോമ ഒരു സമൂഹം അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇതെന്തിനാണ് രാഷ്ട്രീയമായിട്ട് ഇതിനെ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തിനാണ് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ? കാരണം രാഷ്ട്രത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ എന്താണ്, യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയായിരിക്കും എന്നറിയാം. ഇത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അതിനെ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു സമൂഹത്തെ നമ്മുടെ കൂടെ നിർത്തി ഒരു വലിയ സമൂഹത്തെ വളർത്തിയെടുക്കണം എന്നാണ് നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കുക. പക്ഷേ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഇതൊരു പക്ഷേ സഹി കെട്ടിട്ട് ആയിരിക്കും മിക്കവാറും ഇങ്ങനെ ചെന്നിട്ട് ഇത് ചെയ്യാവും. പക്ഷേ നമ്മൾ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ പോവരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇത്തരം രാഷ്ട്രീയ ഇതിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു അപകടങ്ങൾ ചെറിയതൊന്നുമല്ല, വലിയ പിന്നീട് ഇത് ഒരു ഡിസാസ്റ്റർ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രേരിതമായി മാറുമ്പോഴേ അത് മറ്റൊരു കാലഘട്ടത്തിൽ ഇനി മറ്റൊരു സമയത്ത് ഇതുപോലൊന്ന് സംഭവിക്കുന്ന സമയത്ത് അതിന് വീണ്ടും രാഷ്ട്രീയവൽക്കരിക്കും. ഈ ഒരു രാഷ്ട്രീയവൽക്കരിച്ച ചലനങ്ങൾ അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സമൂഹത്തിന്. അതിനു വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഉള്ള റെസ്ക്യൂ ആയിട്ട് ഉണ്ടായിരുന്ന പല മനുഷ്യരും ഒരിക്കലും അവിടെ ആ റെസ്ക്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ പോയി കണ്ടവർ പല പാർട്ടിക്കാരും അവിടെ എല്ലാവരും ഒന്നായിട്ടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണണം, അത്രയും മനോഹരമായിട്ടാണ്. പക്ഷേ എന്നിട്ടും ചില ഉണ്ടാവും. നമുക്കറിയാലോ, ഒരു അമ്മ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നപ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നമ്മളെ വേറൊരു പയ്യനുണ്ടായിരുന്നു, നമ്മളെ എന്താണ്, ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഇതാ റിനോയ് എന്നുള്ള പയ്യനായിരിക്കും എന്നാണ് ഞാൻ ആദ്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. സത്യം പറഞ്ഞാൽ ഇത് കിട്ടേണ്ടത് കിട്ടിയപ്പോഴേ ചില ആളുകൾ ഒതുങ്ങോല, അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ അക്രമത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത്, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ചില മനുഷ്യരൊക്കെ ആളുകൾക്ക് ക്ഷമ കെടും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി തെങ്ങ് കയറ്റ ജോലിക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല, അത്രയും ഇതില്ല. കാരണം ഒരു മനുഷ്യനും ജീവിതമാർഗം മുട്ടിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും നമ്മൾ യോജിച്ചതല്ല, രാഷ്ട്രീയമായി പോകുന്നതും എന്നല്ല. ബാക്കി കൂടെ ഞാൻ വായിക്കാം. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. സയൻറ്റിഫിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലം പരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അവിടെ പോലീസ് വന്ന് അന്വേഷണങ്ങൾ വന്നു. പലപ്പോഴും ഇത്തരം പല വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. അന്ന് നമ്മൾ ഇപ്പം അടുത്തുണ്ടായ വിഷയങ്ങളൊക്കെ സത്യത്തിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു സഹികെട്ട ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല, നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് സംഭവം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ പോലീസ് അതിൻ്റെതായ ഇതിൽ ഈ സൈബർ സെല്ലൊക്കെ ആണെങ്കിലും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം. അല്ലെങ്കിൽ ജനങ്ങൾ ഇത്തരം ഒരു ഇതിലേക്ക് മുതിരും. ജനങ്ങൾ കൈക്കൊണ്ടായിരിക്കും പിന്നീട് അവരെ കൈകാര്യം ചെയ്യൽ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പോലീസാണെങ്കിലും ഇതിൻ്റെ സർക്കാർ നടപടികളാണെങ്കിലുമൊക്കെ ഈ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് ഏതും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് കൊടുത്തുകൊണ്ട് തന്നെ ആ വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിൻ്റെ അടുത്തേക്ക് ഇതിനു വേണ്ടി നമ്മൾ സൈബർ സെല്ലിനെ സമീപിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ മെയിലയച്ച് നമ്മൾ കുറേ നൂലാമാലകളാണ്. അതൊക്കെ ഇത്തരം സിസ്റ്റംസുകൾ വളരെ വേഗത്തിലാക്കണം. ആ വേഗത എത്തിപ്പെടുമ്പോഴത്തിന് ഇത്തരം തോന്നിയത് വിളിച്ച് പറയുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഇത് വേഗത്തിലാക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്താൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം കുറ്റകൃത്യം ചെയ്താൽ സ്പോട്ടിൽ അവന് ലോക്കാവും. പിന്നീടാണ് ചോദ്യങ്ങളൊക്കെ വരിക. അത്തരം ഒരു സിസ്റ്റത്തിലേക്ക് ഇത് മാറണം. ഇതൊരാൾ പരാതി വന്നിട്ട് ഇത്രയും വലിയ ഡിസാസ്റ്റർ സംഭവിച്ചുകൊടുത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്ന സമയത്ത് ഇതിനൊക്കെ
ആരെങ്കിലും എതിരെ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ടൈമിന് ആക്ഷൻ എടുക്കണ്ടേ? ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നമ്മൾ പോയിട്ട് പിന്നെ അതിന് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ വേണോ ഇതിന് ആക്ഷൻ എടുക്കാൻ? നമ്മൾ ആലോചിച്ച് നോക്കൂ. പരാതി ഇല്ല എന്നൊന്നുമല്ല ഇതിന് വേണ്ടത്. ഇതൊരു സമൂഹത്തെ ബാധിച്ച വലിയ വിഷയമാണ്. ആ വയനാടുള്ള ആ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? വീട് നമ്മൾ മറ്റുള്ള പല പ്രളയമാണെങ്കിലും പല വിഷയത്തിലും നമുക്കറിയാം അവർക്കൊക്കെ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു ഇതിലേക്കെങ്കിലും നമുക്ക് പോവാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ, അവിടെ ഇത്രയും വലിയ ദുരന്തഭൂമിയിൽ എവിടെ വീട് വെച്ചു കൊടുക്കും, എന്ത് ചെയ്യുമെന്ന് സർക്കാർ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു റെൻ്റൽ ഹൗസ് പോലും സെറ്റായിട്ടില്ല. സ്കൂളുകളൊന്നും ഒരു പരിധിയിലപ്പുറം ഒരിക്കലും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല, ഇത്രയും അഭയാർത്ഥി ക്യാമ്പുകളൊന്നും. കാരണം സ്കൂളുകളൊക്കെ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകാനുണ്ട്. കാരണം ഇത്രയൊക്കെ തലവേദന സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരം എന്താ പറയുക, ഇവരൊക്കെ ഇത്തരം വൃത്തികേട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോഴേ ഇതിനൊക്കെ ഗവൺമെൻറ് വളരെ ശക്തമായി നേരിടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ബാക്കി കൂടെ വായിക്കാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമത്തിൻ്റെ എടവരോട് സ്വദേശീയ പോസ്റ്റ് താഴെ വിദ്വേഷമുണ്ടാക്കി അഭിപ്രായം രേഖപ്പെടുത്തിയ മുസ്ലിം യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റി പരാതിയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രൻ്റെ പേരിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ച് ഇതിലേക്ക് തന്നെ അത് പോകുന്നത്. ഇത് പിന്നെ സത്യത്തിൽ ഈ ഒരു വിഷയം രാഷ്ട്രീയത്തിൽ തന്നെയാണ് പോകുന്നത്. അതായത് മുസ്ലിം ലീഗ് മുന്നേ ഇത്തരം ഇയാളെ വിദ്വേഷപരമായിട്ട് പോസ്റ്റ് ഇട്ടിട്ട് മുസ്ലിം ലീഗ് ഇതിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോലീസും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ബാക്കി കൂടെ നോക്കാം ഞാൻ. ബാക്കി ഷേനായി ചന്ദ്രനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് BJP പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. കണ്ടോ? അപ്പോൾ അതെന്താണ്? ഇത് മുസ്ലിം ലീഗും BJPയും തമ്മിലുള്ള എന്താണല്ലേ മനുഷ്യരവസ്ഥ ഇതാണ്. ഈ ഒരു സാഹചര്യത്തിലും അതൊരു രാഷ്ട്രീയ പ്രേരിതമാക്കുന്നു. ഇനി തിരിച്ച് അവരങ്ങോട്ട് വിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ ഒരു ഭീകരമായൊരു അവസ്ഥ കണ്ടിട്ട് ഇതിനെതിരെ പക്ഷേ ഒരിക്കലും അക്രമപരമായിട്ട് പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനി എങ്കിലും ഈ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും നമ്മളുടെ അടുത്തോട്ട് തെറ്റുപറ്റി, ഇതിനൊന്നും നമ്മളിന്ന് തിരിച്ചടിക്കുന്നതിന് ശരിയല്ല. നമ്മൾ ചന്ദ്രൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ വേറെ അടുത്ത് പറ്റിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാണ് ശരിക്കും വേണ്ടത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇതാക്കിക്കൊണ്ട് പറയല്ല. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. സമാധാനപരമായിട്ട് നമ്മൾ നമ്മൾ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെയാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്താണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതൊക്കെ. ഈ ചിന്തകളിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയും നമ്മൾ ചെയ്ത കർമ്മം പാതിയാണ്. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഇതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനിയെങ്കിലും ഇതൊന്നും രാഷ്ട്രീയപരമായിട്ട് ആക്കി മാറ്റാതിരിക്കുക. ഇനിയും ചോരക്കളങ്ങൾ ഇരിക്കട്ടെ. ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുമായിട്ട് വയനാട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോ സമയം കാണാം.